ഹായ് ഹലോ, എൻ്റെ പേര് അനീറ്റ ജോഷി. അപ്പം എന്നെ പോലുള്ളവരെ പൊതുവെ അധിക്ഷേപിച്ച് പറയുന്ന ഒരു സംഭവമാണ് അവനൊരു മടിയനാണ്, അവളൊരു മടിച്ചിയാണ്. പക്ഷെ സത്യം പറയാലോ, മടിയന്മാരുടെ ലെജൻസ് ആണ്. കാരണം ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവകരമായ പല കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും ഒരു മടിയൻ അല്ലെങ്കിൽ ഒരു മടിച്ചിയാണ്. ഫോർ എക്സാമ്പിൾ, ഈ എസ്കലേറ്റർ കണ്ടുപിടിക്കാൻ കാരണം എന്താണെന്നറിയോ? പുള്ളിയുടെ വീട് 3 നിലയിലായിരുന്നു. പുള്ളിക്ക് എപ്പോഴും കയറി ഇറങ്ങാൻ മടിയായതുകൊണ്ടാണ് പുള്ളി എസ്കലേറ്റർ കണ്ടുപിടിച്ചത്. അങ്ങനെ എസ്കലേറ്റർ, കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, റെഫ്രിജറേറ്റർ ഒക്കെ കണ്ടുപിടിച്ചതിന്റെ പിന്നിലെ കാരണം മടി എന്ന് പറഞ്ഞ ഒറ്റ സംഭവമാണ്. അതുപോലെ തന്നെ കുത്തിയിരിക്കാൻ മടിയുള്ള ഒരുത്തരാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റ് കണ്ടുപിടിച്ചത്. പക്ഷെ പിന്നീട് ലോകത്തിലുണ്ടായ 80% കണ്ടുപിടുത്തങ്ങളുടെ ഐഡിയ മനുഷ്യന്റെ തലയിൽ വന്നത് എവിടെ ഇരുന്നപ്പോഴാ? ടോയ്ലറ്റിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമാണ്. കാരണം മനുഷ്യൻ കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് എവിടെ ഇരിക്കുന്നു അവിടെ നിന്നാണ് ഈ ഐഡിയ എന്ന് പറഞ്ഞ സാധനം വരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ടെക്നോളജി ബേസ്ഡ് ഏറ്റവും കൂടുതൽ വളർന്ന രാജ്യം ഏതാ? ജപ്പാൻ. ഈ ജപ്പാനിലുള്ളവർക്ക് മാത്രം എവിടുന്നാണ് ഇതിന് മാത്രം ഐഡിയ വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ജപ്പാന്റെ ടോയ്ലറ്റിൽ പോയി നോക്കിയാൽ മതി. കാരണം ഒറ്റ ബട്ടൺ അമർത്തിയാൽ മതി. കളക്ടിങ്, ഫ്ലഷിംഗ്, സ്പ്രേ, ക്ലീനിങ്, ഡ്രൈ ക്ലീനിങ്, പെർഫ്യൂമിങ്, പോളിഷിംഗ്. ആഹാ, ഇത്രയും സുഖത്തിന് ഒരു മനുഷ്യൻ യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിൽ കയറിയിരുന്ന അവൻ കണ്ടുപിടുത്തം നടത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ എന്നെ പോലെ മടിയുള്ളവർ ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഫെസിലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് പോകുന്ന സമയത്ത് ഇത്തിരി വെള്ളം നിലത്തിയടിയാൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു തുണി എടുത്തോണ്ട് അത് തുടച്ച് പറക്കി വൃത്തിയാക്കി. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നൈസായിട്ട് തൊട്ടപ്പുറത്തെ റൂമിന്റെ ഫ്രണ്ടിലെ ചവിട്ടുപടി കാലുകൊണ്ട് ഇത് വലിച്ചം കിട്ടുന്നുണ്ടല്ലോ, ഒന്നും അറിയാത്തോലെ പോകും. കാരണം ഞങ്ങളെപ്പോഴും എനർജി കൺസർവേഷൻ മോഡിലായിരിക്കും. അതുപോലെ പ്രകൃതിയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞങ്ങൾ മടിയുള്ളവരെയാണ്. കാരണം എന്താണെന്നറിയോ? കുളിക്കാൻ മടിയായോണ്ടേ 2 ദിവസം കൂടുമ്പോൾ കുളിക്കും. വാട്ടർ കൺസർവേഷൻ. എഴുന്നേറ്റ് പോയി ഫാൻ ഇടണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ മടിയായോണ്ട് വേർത്ത് കുളിച്ച് അവിടെ തന്നെ കിടക്കും. ഇലക്ട്രിസിറ്റി കൺസർവേഷൻ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 12 മണി 12:30. അതുകൊണ്ട് ഇപ്പൊ എന്താ, അമ്മമാർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അമ്മമാരുടെ എനർജി കൺസർവേഷൻ. ഇവരെ മൊത്തം നോക്കിയാൽ എനർജി കൺസർവേഷന്റെ സംസ്ഥാന സമ്മേളനം. അപ്പൊ ഇടയ്ക്ക് എന്റെ അമ്മ വന്നിട്ട് പറയും, മോളെ നിന്റെ മടിയൊക്കെ ഒന്ന് മാറ്റടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹവും കെയറിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ അമ്മയുടെ ഈ കെയറിംഗ് എനിക്ക് തലവേദന ആവുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ അമ്മ ചോദിക്കും, ആ മോളെ നീ ഇങ്ങോട്ട് പോവാ? ഞാൻ പറയും, അമ്മ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ചിന് പോവാ. ആ ഒരു കാര്യം ചെയ്യും, വയറച്ചല്ലേ കഴിച്ചേച്ചുമ്പോ. അമ്മയെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്, എനിക്കിപ്പോ വേണ്ട എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. പിന്നെ അമ്മയ്ക്ക് ഈ കല്യാണം താമല്ല മിസ്റ്റർ പോഞ്ഞിക്കാരുടെ സ്വഭാവം. എന്താ നിനക്ക് വേണ്ടാത്തേ? നീ കഴിക്കണം, നീ കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നുകൊണ്ട് ഒരു ചെരുവൻ ചോറ് കൊണ്ടൊന്ന് കമത്തും. അതൊരു ചോറും ഈ ഉണക്കപ്പയറും കൂടെ കുത്തി തിരികെ തീറ്റിച്ചിട്ട് വിടും. എന്നിട്ട് എൻ്റെ കൂട്ടുകാർ കുഴിമുന്തി കഴിക്കും, ഞാനിങ്ങനെ പട്ടി കുത്തിരിക്കണോ നോക്കിയിരിക്കും. ഈ ആലുങ്ക പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ചിടന്നിട്ട് ഒരിടത്തും എത്തിയില്ല. പക്ഷെ ഒരു കൂട്ടുകാരുണ്ട് വലിയ വലിയ നിലയിലെത്തിവരെ. അപ്പോൾ ഒരുത്തൻ്റെ കല്യാണം വന്നപ്പോൾ എനിക്ക് ഭയങ്കര മടി. കാരണം നമ്മൾ ഒരിടത്തും എത്തിയില്ലാന്ന് ചെന്ന് പറയണം മോശമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തിട്ടു. അതുപോലെ അവൻ്റെ ഫോൺ നമ്പറും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവൻ്റെ കല്യാണം വിളിക്കത്തില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവൻ എനിക്ക് ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചേക്കും, അനിറ്റ് എൻ്റെ കല്യാണമാണ് വന്നിട്ടോന്ന്. ഞാൻ അപ്പം തന്നെ റിപ്ലൈ അയച്ചു, മെസ്സേജ് ഫെയിൽഡ്, സെർവർ ഈസ് നോട്ട് റീച്ചബിൾ. അവൻ പറയാം, ഒന്ന് പോടി, നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ആയില്ലേ? ഇല്ല. അപ്പൊ അവൻ്റെ ഒക്കെ സ്ക്രാച്ച് കാർഡ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ പറയും, ആ കണ്ടോ നിന്റെ കൂട്ടുകാരൊക്കെ വലിയ നിലയിലെത്തി, നീ ഇങ്ങനെ മടിയും പിടിച്ചോണ്ട് നടന്നോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ ഇതൊക്കെ ഒരു മടിയാണോ? മരിച്ചിട്ട് കുഴിയിൽ ഒറ്റയ്ക്ക് എടുക്കാൻ മടിയായോണ്ട് മരിക്കാത്ത മനുഷ്യന്മാർ വരെയുണ്ട്. പിന്നെ അമ്മ പറയും, ആ ലോകത്തെ ഏറ്റവും വലിയ മടിച്ചിട്ടുള്ള അവാർഡ് എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ അതേ നിനക്ക് തന്നെ വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെങ്ങാനും ഒരു അവാർഡൊക്കെ കിട്ടാണെ അമ്മ ഒന്ന് പോയത് വാങ്ങി എനിക്ക് വീട്ടിൽ കൊണ്ടുതരാം. കാരണം പോയി മേടിക്കാനേ എനിക്ക് മടിയാ. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല അടിപൊളി സ്റ്റാൻഡപ്പ് ആയിരുന്നു.